ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫോർമൽ പാൻ്റാണ്. ഒരു 40 ഇഞ്ച് ഹിപ്പ് റൗണ്ട് ഉള്ള ഒരാൾക്ക് ഇടാൻ പറ്റുന്ന സൈസിലുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഒരു 36 മുതൽ 40 വരെയുള്ളവർക്ക് ഈ അളവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു 2 ഇഞ്ച്, ഞാൻ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് അലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചിൽ നമ്മളിതാ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തുണി മടക്കുന്ന വിധം എല്ലാവർക്കും അറിയാമല്ലോ. 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. 1.5 മീറ്റർ 1.60 ഉണ്ട് തുണി. അപ്പോൾ അത് 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഒന്ന് വരച്ചെടുക്കാം. 2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളൊന്ന് വരയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ താഴേക്കാണ് നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ വരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ 2 ഇഞ്ച് കൂട്ടരുത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. ഇതും കൂടി ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ച് എല്ലാ അളവുകളും നോക്കുക. പിന്നെ ഇതിൻ്റെ 4 സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് കട്ടിങ്ങിനായിട്ട് പോകും. ശരിക്കും 12.5 ഇഞ്ച് മതി. അപ്പോൾ ഈ 12 ഇഞ്ചിൽ 1 ഇഞ്ച് ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ഇവിടുത്തെ സീം അലവൻസ് ആയിട്ടും 1/2 ഇഞ്ച് ഇപ്പുറത്തായിട്ടും. അപ്പോൾ നമ്മളിവിടെ ഹിപ്പ് റൗണ്ട് 40 ആണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ 4-1 ഭാഗം എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. ആ 10 ഇഞ്ചിനോട് കൂടെ 2.5 ഇഞ്ചും കൂടെ ചേർത്ത് 12.5 ഇഞ്ചാണ് നമുക്ക് കറക്റ്റ് വരേണ്ടത്. 10 ഇഞ്ചിൻ്റെ കൂടെ 2.5 ഇഞ്ചാണ് നമ്മൾ ചേർക്കുന്നത്. 2.5 ഇഞ്ച് സീം അലവൻസ് അല്ല, ലൂസാണ്. അപ്പോൾ 12.5 ഇഞ്ച്. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടത്തെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. അങ്ങനെ 13.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 13.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് 13.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് 14.5 ഞാനിവിടെ ക്രോച്ച് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. 14 ഇഞ്ചാണ് നമ്മുടെ ക്രോച്ച് വരേണ്ടത്. 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും കൂടെ കൂടിയിട്ട് 14.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ക്രോച്ച് ലെങ്ത് താഴ്ത്തേക്ക് ഇറങ്ങും തോറും നമ്മുടെ താഴ്ത്തേക്കുള്ള കാലിൻ്റെ പിടുത്തം കൂടും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. 14.5 ഇഞ്ച് തന്നെ നമുക്ക് മതിയാകും. ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുക. 13.5 ഇഞ്ചിൽ നമ്മൾ വീണ്ടും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ക്രോച്ച്. ഇനി ഇതാ ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ഒന്നിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതാ നമ്മൾ ആം ഹോൾ കർവൊക്കെ വരയ്ക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് കുഴിച്ച് വരച്ചേക്കുക. നമ്മുടെ ആ സീറ്റിൻ്റെ ഭാഗത്ത് ആ പിടുത്തൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. ഇനിതാ ഇവിടെ നിന്ന് ഒരു 15 ഇഞ്ച് ഉണ്ട്. ഇത് സീം അലവൻസും കൂടെ കൂടിയിട്ടാണ് 15 ഇഞ്ച് വന്നിരിക്കുന്നത്. ഇതാ 15 ഇഞ്ച്. നമ്മുടെ ഇവിടുത്തെ തൈ റൗണ്ട് നോക്കിയാലും നമുക്ക് 14 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെയും ഒരു 1/2 ഇഞ്ച് വെച്ച് പോകും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഞാൻ 15 ഇഞ്ച് എടുത്തിരിക്കുന്നത്. രണ്ടിടത്തെ സീം അലവൻസും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതാ ഈ 2 ഇഞ്ചിന് ശേഷം ഇതാ ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു 23 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പാൻറ്റ് ഒരു നല്ല ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 23 ഇഞ്ചിൽ ഒരു 11.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 11.5. ഇതിങ്ങനെ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യാം. വല്ലാണ്ട് ലൂസായിട്ട് ഷേപ്പില്ലാണ്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഷേപ്പിൽ കിട്ടും. ഇതാ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്
35.5 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. 35.5 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. കറക്റ്റ് 2.5 ഇഞ്ചാണ് നമുക്കിവിടെ തുണിയുള്ളത്. ഇതാ ഇവിടെ നിന്നും ഈ 35.5 കറക്റ്റ് മാർക്ക് ചെയ്തു. 7 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സീം അലവൻസും കൂടെ കൂട്ടി ഒരു 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ അളവും കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ഉള്ളിലത്തെ തുണി കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് കിടക്കണത്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലത്തെ തുണി നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റിച്ചിങ്ങും നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. 8 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 2.5 നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്, അതൊരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങോട്ട് മടക്കി അടിക്കുമ്പോൾ ഇവിടേക്ക് എത്തില്ല അല്ലെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടിക്കാനും എളുപ്പം അത് തന്നെയാണ്. ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാതെ അല്ലാണ്ട് ഇങ്ങനെ വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ കൂടുതൽ അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഷേപ്പിൽ പാൻറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. സീം അലവൻസ് അടക്കമാണ് നമ്മളിത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാ ഈ കട്ടിങ് നമ്മൾ മുകളിലേക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ സൈഡും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. 2 സൈഡിലും 1/2 ഇഞ്ച് വീതം മാത്രമേ നമ്മൾ സീം അലവൻസ് ഇടുന്നുള്ളൂ. ഈ പാൻറ്റിന് അധികം സീം അലവൻസ് ഇട്ട് കൊടുക്കില്ല. അപ്പോൾ 1/2 ഇഞ്ച് മാത്രമേ നമ്മൾ 2 സൈഡും സീം അലവൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതാ ഇപ്പം നമ്മൾ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 പീസാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പം ഇതിൻ്റെ നല്ല പീസുകൾ അറിയാനായിട്ട് ഇതാ ഇത് 2 നല്ല പീസുകളാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി പോക്കറ്റും നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പം 11 ഇഞ്ച് നീളത്തിൽ ആണ് ഞാനിവിടെ പോക്കറ്റിന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങോട്ടുള്ള വീതി ഒരു 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 5.5 ഇഞ്ചാണ് എടുക്കുന്നുള്ളൂ. ഇങ്ങോട്ട് ചെരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ 1 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ പോക്കറ്റിനെ മാർക്ക് ചെയ്തിട്ടുള്ള 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ
നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. വീണ്ടും ഇവിടെ നിന്ന് ഒരു താഴെ 1 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതായത് ഇങ്ങനെ 2 പീസായിരുന്നു. ഒരു ഭാഗം മാത്രമേ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. പോക്കറ്റിൻ്റെ ഒരു സൈഡ് മാത്രമാണ് മാർക്ക് ചെയ്യേണ്ടതുള്ളൂ, മറ്റേ സൈഡ് നമുക്ക് അതിൻ്റെ ഒപ്പം അടിച്ചു വരുന്നതാണ്. നമുക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം 2 പീസിൻ്റെയും ക്രോച്ചിൻ്റെ ഏരിയ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ 2 പീസ് നമ്മളിങ്ങനെ ക്രോച്ച് ലെങ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിക്കുക. 2 ഇഞ്ച് നമ്മൾ പട്ട അടിക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് ഇതാ നമ്മുടെ ഈ പട്ട ഇങ്ങനെ മടങ്ങി ഇത്രയും വരും. അപ്പോൾ ഈ 2 ഇഞ്ചിൽ നിന്ന് താഴത്തേക്കാണ് ഞാൻ പോക്കറ്റ് വയ്ക്കാനായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് പോക്കറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരച്ചതുപോലെ തന്നെ പോക്കറ്റിൽ വരച്ചതുപോലെ തന്നെ ഇവിടെയും വരയ്ക്കാം. ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തോടത്തിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വീണ്ടും താഴത്തേക്ക് ഇറക്കി മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് 5.5 ഇഞ്ചാണ് പോക്കറ്റിൻ്റെ ഇറക്കെടുക്കുന്നത് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഒരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് പോക്കറ്റ് വെച്ചടിക്കാം. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഇതേ അളവിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നല്ല വശത്താണ് നമ്മളിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്കിനി അടിച്ചെടുക്കാം. ഇതേ മാർക്ക് ചെയ്തിരിക്കുന്ന ഇതേ ഇതിൽ കൂടെ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്താണിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അടുപ്പിലേക്ക് കട്ടിങ് പോകരുത്. അടിച്ചിരിക്കുന്ന ആ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകരുത്. ഇത്രയും അടുപ്പിച്ച് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തു, ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കണമെന്ന് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗം
ഇങ്ങോട്ടേക്ക്. ഇവിടെ നിന്നും ഇങ്ങനെ തിരിച്ചെടുക്കുക. ഇതാണ് പോക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗം ജോയിൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ജോയിൻ ചെയ്യാനുള്ള പീസ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ടാൽ ഇപ്പുറത്തേക്ക് അടുപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ചിങ് പോയിന്റ് നമ്മൾ ആ വിട്ടിട്ടുണ്ടായിരുന്ന കറക്റ്റ് 1/2 ഇഞ്ചിൽ തന്നെ നമ്മുടെ സീം എലവൻസ് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നെക്സ്റ്റ് പോർഷൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ 1/2 ഇഞ്ചിലൂടെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മൾ പോക്കറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിലത്തെ ആ പീസിലൂടെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഈ പോക്കറ്റിൻ്റെ ഈ സൈഡിലേക്ക് അടുപ്പ് വരരുത്. ആ ബാക്കിലുള്ള പീസിൽ മാത്രമേ സ്റ്റിച്ചിങ് വരാൻ പാടുള്ളൂ. ഇത് നമ്മളിങ്ങനെ അടിച്ച് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ നമ്മൾ 2.5 ഇഞ്ചാണ് സീം എലവൻസ് മടക്കി അടിക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച്. ഈ 2.5 ഇഞ്ച് കൂടാതെ ഒരു 2 ഇഞ്ച് മോൾ ഭാഗം വരെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ വരെ ഇത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി അത് മടക്കി അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ. ഇപ്പം നമ്മുടെ ഈ പോക്കറ്റ് വെച്ചിരിക്കുന്ന ഈ ഒരു സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഭാഗം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും, ഞാൻ ഇതിൽ ഒരു സൈഡ് മാത്രമേ പോക്കറ്റ് വയ്ക്കുന്നുള്ളൂ, നമുക്ക് അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം. ഇനി നമ്മുടെ പാൻറ്റിൻ്റെ താഴ്ഭാഗമാണ്, അടിഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ 2 സൈഡും നമ്മൾ 1/2 ഇഞ്ചിൽ മടക്കി അടിക്കുകയാണ്. രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് ഈ 2 സൈഡും ഇങ്ങനെ വെച്ചിട്ട് രണ്ടും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ അടുപ്പ് നിൽക്കുന്നത് വരെ നമ്മൾ 1/2 ഇഞ്ചാണ് സീം എലവൻസ് കൊടുത്തിട്ടുള്ളൂ. ആ 1/2 ഇഞ്ചിലൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഒരു നോച്ചിട്ട് കൊടുത്തോ. അപ്പോൾ 2 സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. വേണമെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. ഇനി ഈ ഭാഗം ഇങ്ങനെ പിടിച്ച് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പിടിച്ച് ഒന്ന് അടിച്ചെടുക്കുക.
1/2 ഇഞ്ചിലൂടെ തന്നെയാണ് നമ്മൾ അടിക്കുന്നത്. ഇതാ ഇവിടെ വരെ അടിച്ച് നിർത്തുക. ഈ സൈഡും 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ്. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള വസ്തു വെച്ചിട്ട് നമുക്കിതൊന്ന് പോയിൻ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ നേരത്തെ മടക്കിയിട്ടുണ്ടായിരുന്ന ആ പോയിന്റിൽ വെച്ചിട്ട് ഇനി ഇത് നമ്മൾ അടിച്ചെടുക്കുകയാണ്. ഇതാ ഇങ്ങനെയാണ് വരിക. ഇതുപോലെ നമുക്ക് 2 വശവും ചെയ്തെടുക്കാം. പാൻറ്റിൻ്റെ 2 വശവും നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. 1/2 ഇഞ്ചാണ് നമ്മൾ സീം എലവൻസ് കൊടുത്തിട്ടുള്ളൂ. ആ 1/2 ഇഞ്ചിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ അടിവശമെല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 4 വശവും അടിച്ചു. ഇനി നമുക്ക് മോൾ ഭാഗം കൂടെ അടിച്ചെടുക്കാം. ഈ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തോടത്തേക്ക് ഇതാ ഇങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഓപ്പണിംഗ് വിടുന്നുണ്ട്, എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ചുറ്റും അടിച്ചെടുക്കാം. പോക്കറ്റിൻ്റെ ഇത് പോക്കറ്റ് വരുന്ന ഭാഗമാണ്. ഈ പോക്കറ്റിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇഞ്ച് നീളത്തിലുള്ള ഒരു എലാസ്റ്റിക്കാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതാ ഈ ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇതിൽ കിടത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതോടെ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എലാസ്റ്റിക് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക്.